കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയും നിർമ്മല മെഡിക്കൽ സെന്ററും വിവിധ സംഘടനകളുമായി സഹകരിച്ച് ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ടാസ്ക് ഫോഴ്സ് പരിശീലനവും സംഘടിപ്പിച്ചു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ മെഡിക്കൽ ആൻഡ് സൈക്യാട്രി വിഭാഗത്തിന്റെയും സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെയും വിമല സോഷ്യൽ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ടാസ്ക് ഫോഴ്സ് പരിശീലനവും നടത്തിയത്. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു എന്നുള്ള ദാരുണമായ അവസ്ഥയ്ക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഓരോ റിപ്പോർട്ട് കാണുവാനായിട്ടിടയായി. 2020 മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം 5694. തൊട്ടടുത്ത വർഷം 2021 അതിന്റെ എണ്ണം 6704 വർദ്ധിച്ചതായിട്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പുറത്തുവന്നത്. 2022 ആയപ്പോഴേക്കും ഒരു വലിയ കുതിച്ചുചാട്ടം ആ മേഖലയിൽ കേരളത്തിൽ നടത്താനായിട്ട് കഴിയും. അത് 6000 നിന്ന് 18764 കുതിച്ചു. 23 റിപ്പോർട്ട് വന്നപ്പോൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിന്റെ വളർച്ച. 1,00,000-ഓളം കേസുകളാണ് പിടിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തത്. അല്ലാത്തതായ ധാരാളം കേസുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സജീവം പ്രൊജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്റർ സജോ ജോയ്, സിസ്റ്റർ ഡോക്ടർ ലിൻസ് മരിയ, ഡോക്ടർ സിസ്റ്റർ ജാണി ജോസ്, സിസ്റ്റർ ഇൻഫൻട്രീസ, ആഷ്ന ചാക്കോ, ഐബ് ജോൺ കല്ലുങ്കൽ, ജോൺസൺ കറുകപ്പള്ളിൽ, മദർ ജോവിറ്റ്, സിസ്റ്റർ സെലിൻ മാത്യു എന്നിവർ പങ്കെടുത്തു. A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.